മറ്റു വാർത്തയിലേക്ക് ടെട്രാപ്പാഡ് കടൽഭിത്തി നിർമ്മാണത്തിന് ഭരണാനുമതി നിഷേധിച്ചതിൽ ലഭിച്ചതിന്റെ ആശ്വാസത്തിലാണ് എറണാകുളം കണ്ണമാലി നിവാസികൾ. നേരത്തെ ചെല്ലാനം മേഖലയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കടൽഭിത്തി പദ്ധതിയുടെ തുടർച്ചയാണിത്. ചുവപ്പ് നാടയിൽ കുരുങ്ങാതെ പദ്ധതിയുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്ന് പ്രദേശവാസികൾ പറയുന്നു. ചെല്ലാനത്ത് ടെട്രാപ്പോഡ് കടൽഭിത്തി അതിൻ്റെ ഒരു നിർമ്മാണം അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കുവാനുള്ള ഒരു ശ്രമത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. നേരത്തെ 7.3 കിലോമീറ്ററോളമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ബാക്കിയുള്ള ഭാഗം ഏതാണ്ട് 6.1 കിലോമീറ്ററോളം വരുന്ന ബാക്കിയുള്ള ഭാഗമാണ് ഇനിയിപ്പോൾ ഭരണാനുമതി ആയിരിക്കുന്നത്. 404 കോടി രൂപ അതിന് അനുവദിച്ചിരിക്കുന്നു എന്നതാണ്. അപ്പോൾ പൂർണ്ണമായും തന്നെ ആ ഒരു സംരക്ഷണ ഭിത്തി ഉണ്ടാകും. നാളുകളായി പലപ്പോഴും മഴക്കാലത്ത് നമ്മൾ നേരിട്ട് കാണുന്നതാണ് ഈ പ്രദേശവാസികളുടെ ദുരിതം. ഏതായാലും അതിൻ്റെ ഒരു സന്തോഷവും ആഹ്ലാദവും എല്ലാം തന്നെ ഈ മേഖലയിലുണ്ട്. ഈ ഭാഗത്തെല്ലാം തന്നെയും പലപ്പോഴും വെള്ളം നിറഞ്ഞ് കവിയുന്ന ഒരവസ്ഥയിലായിരുന്നു ഈ പ്രദേശത്തുള്ള ചേച്ചിമാരടക്കമുള്ളവരുണ്ട്. ഇത് ഏതാണ്ടും ഭരണാനുമതി ആയിരിക്കുന്നു. അത് പലപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ ഒരാശയക്കുഴപ്പങ്ങൾ ഇനി എന്ന് എന്നുള്ളതെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സന്തോഷിക്കാവുന്ന അവസ്ഥയിലേക്കെല്ലാം തന്നെ സന്തോഷിക്കാവുന്ന അവസ്ഥ പേപ്പറെ കണ്ടപ്പോൾ സന്തോഷിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ചെയ്ത് കിട്ടിയാൽ മതി. അല്ലെങ്കിൽ ഈ കൊല്ലം ഞങ്ങൾക്ക് ഇവിടെ താമസിച്ചിട്ട് കാര്യമില്ല. ഒരേ വീട് ഇപ്പോൾ ഒരു വീട് പോയി രണ്ടാമത് വെച്ചതാണത്. അപ്പോൾ എത്രയും പെട്ടെന്ന് പേപ്പറെ വന്നാൽ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഈ വർഷത്തിന് മുമ്പ് ഞങ്ങൾക്ക് ചെയ്ത് തന്നാൽ മതി. ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട. എങ്ങനെയെങ്കിലും ഒന്ന് നിർമ്മാണം ഒന്ന് തുടങ്ങിയാലേ ഞങ്ങൾക്കൊരു സമാധാനമുള്ളൂ. പേപ്പറെ കണ്ടതല്ല, പണി തുടങ്ങി കാണണം. അതാണ് ഞങ്ങളുടെ ആശ. അത് കണ്ടാൽ മതി. പലപ്പോഴും വലിയ ബുദ്ധിമുട്ടിലാണല്ലോ ഉണ്ടാവുന്നത്. എടുത്തു പറയണില്ല, നമ്മളെല്ലാവരും തന്നെ കാണുന്നതാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ വലിയ താമസം ഉണ്ടാകില്ല എന്നൊരു പ്രതീക്ഷയാണുള്ളത്. അതെ, ഞങ്ങൾക്കും വളരെ സന്തോഷമുണ്ട്. ഇത് കേട്ട് ഭരണാനുമതി കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. പക്ഷേ എത്രയും വേഗത്തിൽ ഇതിനെ തുടങ്ങണം എന്ന് വെച്ചാൽ ഈ പ്രാവശ്യത്തെ കടലേറ്റം നമുക്ക് ഉദ്ദേശിക്കാൻ പറ്റില്ല, എങ്ങനെയാണ് എന്നറിയാൻ പറ്റില്ല. അതുകൊണ്ട് എത്രയും വേഗത്തിൽ തുടങ്ങണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ആ ഒരു ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷയാണല്ലോ മുന്നോട്ട് നയിക്കുന്നത് എല്ലാവരും. ചേച്ചി, പലതവണ ഇവിടെ ഈ വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. ഇതിൽ ഈ ഭാഗങ്ങളെല്ലാം തന്നെ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന പ്രദേശമാണല്ലോ ഇവിടെ എല്ലാം വെള്ളത്തിൽ മുങ്ങിപ്പോ എൻ്റെ വീടൊക്കെ മൊത്തം മുങ്ങിയതാണ്. ഇനി അടുത്തൊരു കടൽ വരുമെങ്കിൽ മറിഞ്ഞ് താഴെ വീഴുമെല്ലാം കൂടി. പിന്നെ ഒരുപാട് നഷ്ടങ്ങളൊക്കെ വന്നിട്ട് ഞങ്ങൾ അങ്ങനെ മുൻപോട്ട് പോണതാണ് ഇങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ. അപ്പം എത്രയും പെട്ടെന്ന് ഇതൊന്ന് ചെയ്ത് തന്നാലേ നമുക്ക് വലിയ ഉപകാരമായിരുന്നു. ഇത് വിട്ട് പോകാൻ പറ്റൂല, എങ്ങും പോയിട്ട് കാര്യമില്ലല്ലോ. ഇവര് ഇത് ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ ഇതിനുള്ള ഒരു പ്രതിവിധി. ഏതായാലും വലിയ ഭരണാനുമതി കിട്ടിയതിൻ്റെ വലിയൊരു ആശ്വാസമുണ്ട്. ഇനി അത് പൂർണ്ണതയിലേക്ക് എത്തിക്കുക എന്നാണ് പറയുന്നത്. നമുക്കൊപ്പം സുഭാഷൻ ചേട്ടനുണ്ട്. ഇവിടുത്തെ സമരസമിതികളിലെ പലതിൻ്റെയും തന്നെ ഒരു ഏകോപനവും കാര്യങ്ങളും എല്ലാം തന്നെ നിശ്ചയിക്കുന്നു. പ്രത്യേകിച്ച് ഈ സ്ഥലത്തെക്കുറിച്ച് പദ്ധതിയെക്കുറിച്ചെല്ലാം വളരെ കൃത്യമായി പഠിച്ച ഒരാൾ കൂടിയാണ്. ഒരു തരത്തിൽ ഒരു ആശ്വാസമുണ്ട്. എങ്കിലും വളരെ പെട്ടെന്ന് നടപ്പാക്കണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും ഒരു ആഗ്രഹം. കാരണം ഞങ്ങൾ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചകളാണ്. 2021 ആദ്യത്തെ പദ്ധതി പ്രഖ്യാപിക്കുന്നത് തന്നെ 12 കിലോമീറ്ററും 15 പുലിമുട്ടുമാണ്. അതാണ് തുക കുറയാതെ 7.36 കിലോമീറ്ററും 6 പുലിമുട്ടുമായിട്ട് ചുരുങ്ങിയത്. അതേപോലെ അതിനുശേഷം 2023 ജൂൺ 9 ശ്രീമാൻ റോഷി അഗസ്റ്റിൻ അടുത്ത പദ്ധതി പ്രഖ്യാപിച്ചു 320 കോടി രൂപയുടെ. ഒക്ടോബർ 3 2023 തന്നെ ഒക്ടോബർ 3 ശ്രീ പി രാജീവ് രണ്ടാം ഘട്ടം 247 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ചു. ഇങ്ങനെയെല്ലാം ഞങ്ങൾ പ്രഖ്യാപനമല്ലാതെ ഇത് പ്രാവർത്തികമായി കാണുന്നില്ല. ഇപ്പോഴും വന്നിരിക്കുന്നത് 306 എന്നുള്ളത് 404 കോടിയായിട്ട് മാറിയിട്ടുണ്ട്. അതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു, സർക്കാരിനെ അഭിനന്ദിക്കുന്നു. പക്ഷേ ഇതിൻ്റെ വടക്കുവശത്ത് ഇത് വന്ന് അവസാനിക്കുന്ന ഇപ്പം ചെല്ലാനം പഞ്ചായത്ത് അതിർത്തിയായ ബാനാശ്ശേരിയിലാണ് വന്ന് അവസാനിക്കാനായിട്ട് പോകുന്നത് 6.1 കിലോമീറ്റർ. അപ്പോൾ അത് കഴിഞ്ഞാൽ കൊച്ചി കോർപ്പറേഷൻ്റെ മാനാശ്ശേരി സൗദി ബീച്ച് റോഡ് പ്രദേശങ്ങൾ പിന്നെ ഫോർട്ട് കൊച്ചി വരെയുള്ള പ്രദേശങ്ങളും അതിരൂക്ഷമായ കടലാക്രമണത്തിൽ ബാധിക്കും. ഈ ചെല്ലാനത്ത് ചെയ്ത സമയത്ത് ഇവിടെ കടലുകയറ്റമില്ലായിരുന്നു. അവിടെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പുത്തൻതോട് മുതൽ വടക്കോട്ട് കടലുകയറ്റം രൂക്ഷമായത്. അതേപോലെ തന്നെ മാനാശ്ശേരി വരെ ചെയ്താൽ മാനാശ്ശേരിക്ക് വടക്കോട്ടുള്ള പ്രദേശങ്ങളിലും അതിരൂക്ഷമായ കടലാക്രമണം ഉണ്ടാകും. അതായത് ഇടതുകാലിലെ മന്ദെടുത്ത് വലതുകാലിൽ വെച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് കൊച്ചിൻ പോർട്ട് ട്രെഡ് ചെയ്ത് പുറംകടലിൽ കൊണ്ടേ കളയുന്ന എക്കലി വെറുതെ കൊണ്ടേ കളയുന്നതാണ്. അത് ഞങ്ങളുടെ തീരക്കടലിലടിച്ച് അത് പോകാതിരിക്കാൻ ഇടക്കിടക്ക് ഒരേ പുലിമുട്ടും കൂടി ഇട്ടാൽ മാത്രമേ ഇവിടുത്തെ തീരസംരക്ഷണം പൂർത്തിയാകും. പദ്ധതി ഇപ്പോൾ പ്രഖ്യാപനം ഒരു ആശ്വാസം തന്നെയാണ്. തീർച്ചയായിട്ടും.
പറയുന്നത് പോലെ ഇതിനൊരു ശാശ്വതമായ ഒരു പരിഹാരമാണ് വേണ്ടത്. വലിയ രീതിയിലുള്ള ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുമ്പോൾ തന്നെ മറ്റ് ഇടങ്ങളിലേക്ക് ഇതിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കൂടി പൂർണ്ണ സംരക്ഷണമാക്കുന്ന രീതിയിൽ ഒരു വിശാല കാഴ്ചപ്പാടോടുകൂടി തന്നെ അധികൃതർ മുന്നോട്ട് പോകണം എന്നൊരു നിർദ്ദേശം കൂടി വയ്ക്കുന്നു. എന്തായാലും തന്നെ വരുന്ന വർഷകാലത്ത് വലിയ രീതിയിലുള്ള വെല്ലുവിളികളില്ലാതെ തന്നെ ഈ പശ്ചിമ കൊച്ചി മേഖല, ഈ തീരം സംരക്ഷിക്കപ്പെടും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇവിടെയുള്ളവർ. സർക്കാരിൻ്റെ പ്രഖ്യാപനം വളരെ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെയും ഇവിടെയുള്ളവർ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ കെ.പി. ധനേഷിനൊപ്പം ടാനി പോൾ, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.